ബഹ്റൈനിൽ പൂക്കളുടെ വസന്തകാലം ഒരിക്കൽ കൂടി വിരുന്നെത്തി. ഇത്തവണ നിരവധി രാജ്യങ്ങളുടെ സജീവ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ബഹ്റൈൻ കാർഷിക വകുപ്പ് നേടിയ വൻ മുന്നേറ്റത്തിൻ്റെ കൂടി തെളിവായി മാറി ഈ മേളയും അതോടൊപ്പം നടന്ന മറ്റു പരിപാടികളും. പൂക്കൾ, ഫലങ്ങൾ, സസ്യങ്ങൾ ഇവയുടെ ചാരുതയാർന്ന വർണ്ണപ്രപഞ്ചം അതായിരുന്നു ബഹ്റൈനിൽ സമാപിച്ച മേളയുടെ പ്രത്യേകത. പിന്നിട്ട ഒരു വ്യാഴവട്ടമായി കണ്ണിന് കൗതുകം പകർന്ന് മേള ബഹ്റൈനിൽ വിരുന്നെത്തുന്നു. ബഹ്റൈൻ കാർഷിക വകുപ്പാണ് മേളയുടെ നടത്തിപ്പുകാർ. ഒതുക്കമുള്ള ഉദ്യാനം എന്ന തലക്കെട്ടിലായിരുന്നു ഇക്കുറി മേള. ബഹ്റൈൻ കാർഷിക മേഖലയിലെ സൊസൈറ്റികളും സ്ഥാപനങ്ങളും മേളയിൽ അണിനിരന്നു. വീടുകൾ, വില്ലകൾ, ഫ്ളാറ്റുകൾ എന്നിവ എങ്ങനെ ചെടികളും പൂക്കളും കൊണ്ട് മനോഹരമാക്കാമെന്ന് മേള കാണിച്ചു തന്നു. മേളയുടെ നഗരിയിലേക്ക് നിരവധി പ്രവാസി കുടുംബങ്ങളും വന്നെത്തി. ബഹ്റൈൻ എക്സിബിഷൻ എല്ലാ വർഷവും വരുന്നതാണ്. നമ്മുടെ നാടും വീടും എല്ലാം വിട്ടു നിൽക്കുന്ന നമ്മുടെ പ്രവാസികൾക്ക് ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചപ്പൊക്കെ നഷ്ടമാകുകയാണ് നമ്മൾക്ക്. ആക്ച്വലി അത് ഇങ്ങനെ ഒരു തിരിച്ചു പിടിക്കുന്ന സന്ദർഭമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി സ്ഥാപനങ്ങളും ഇത്തവണ മേളയുടെ പ്രത്യേകതയായി. പൂച്ചെടികളുടെ, പൂന്തോട്ടങ്ങളുടെ, ഫലവൃക്ഷങ്ങളുടെ വൈവിധ്യപൂർണമായ ചാരുത, അതിൽ സന്ദർശകർ മതിമറന്നു. കാർഷിക അറിവുകൾ പകരാനുള്ള ശാസ്ത്രീയ സംവിധാനവും ഇവിടെ ഒരുക്കിയിരുന്നു. പൂന്തോട്ട നിർമ്മാണവും ലാൻഡ്സ്കേപ്പിംഗും അനുബന്ധ രീതികളുമൊക്കെ സന്ദർശകർക്ക് എളുപ്പം മനസ്സിലാക്കാൻ വഴി തുറന്നു ബഹ്റൈൻ മേള. ഒരുപാട് ഫാമിലി ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു നോക്കുമ്പോൾ മലയാളി ഫാമിലികൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും നാട് വിട്ട് വന്ന് ഈ ബഹ്റൈനിൽ വന്നതിന് ശേഷം ഉള്ള നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. സ്വദേശി കർഷകരുടെ തോട്ടങ്ങളിൽ വിളഞ്ഞ പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമായി പ്രത്യേക സ്റ്റോളും ഒരുക്കി. ഗ്രീൻ ഹൗസ്, ഗ്രീൻ വാൾ, ഗ്രീൻ റൂഫ് എന്നിവയുടെ നിർമ്മിതി സംബന്ധിച്ച സാങ്കേതികതയും സന്ദർശകർക്ക് പകർന്നേകാൻ മേള മനസ്സുവെച്ചു. ബഹ്റൈൻ സർവകലാശാലയുടെയും കാർഷിക വകുപ്പിന്റെയും സ്റ്റോളുകൾ മികച്ചുനിന്നു. കഴിഞ്ഞ ഗാർഡൻ ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമാണ്. കാർഷിക വഴിയിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ച രാജ്യമാണ് ബഹ്റൈൻ. 50കളിലെ തന്നെ അതിന് തുടക്കം കുറിച്ചിരുന്നു. മരുഭൂമിയിലും വിജയിച്ച കൃഷിപാഠങ്ങൾ രചിക്കാൻ താൽപര്യമെടുക്കുകയാണ് ജനത. അവർക്ക് കൂട്ടത്തിൽ ഒരു മേള മാത്രമല്ല ഇത്. ഹരിതാഭയുടെ പുതിയ ജീവിത രീതിയോടുള്ള സന്ദർശകരുടെ ആഭിമുഖ്യം. അത് കാണുമ്പോൾ ഒരു രാജ്യവും ജനതയും അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. ലുലു വീക്കെൻഡ് റേബിയയിൽ ഒരു ഇടവേള കൂടി.